السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ദാരിമി ഷഫീഖ് അവരൊക്കെ ഉംറക്ക് പോകണ നാളെ. അപ്പോൾ അവർക്കുള്ളൊരു യാത്രയപ്പാണ്. പ്രത്യേകിച്ച് ഇപ്പം കുറച്ചായിട്ട് ആരെങ്കിലും ഉംറക്ക് യാത്ര പറയുകയാണെങ്കിൽ മനസ്സിങ്ങനെ പതറണൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ളറിഞ്ഞ് വിശാലമായി ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ പോലുമല്ല ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ഉംറക്ക് പോകണമെന്ന് യാത്ര പറഞ്ഞത്. അപ്പോൾ അതിങ്ങനെ തലക്കടിച്ചിട്ടുള്ള ഒരവസ്ഥ ഉണ്ട്. ഏതായാലും അവരെ യാത്രക്ക് അള്ളാഹു തആല സന്തോഷത്തിലായി കൊടുക്കട്ടെ. അള്ളാഹു സ്വീകരിക്കുന്ന ഒരുപാട് ഉംറകൾ ഈ യാത്രയിൽ അവർക്ക് അള്ളാഹു വാതിൽ തുറന്നു കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മർളിയായ സിയാറത്തിന് അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതവണ അവിടെ പോവാൻ അള്ളാഹു ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. മക്ക എന്നത്, മദീന എന്നത് വിശ്വാസികളുടെ മനസാന്തരത്തിലെ ഏറ്റവും വലിയ ചിഹ്നങ്ങളാണ്. അള്ളാഹു അത്യധികം ആദരിച്ച ചിഹ്നമാണ്, അള്ളാഹുവിൻ്റെ ചിഹ്നമാണ് വിശുദ്ധ കഅബ. ومن يعظم شعائر الله فإنها من تقوى القلوب. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും ആദരിച്ചാൽ അതാണ് ഹൃദയത്തിൽ തഖ്വ ഉണ്ട് എന്നതിൻ്റെ അടയാളം. ആരെങ്കിലും സുജൂദ് ചെയ്താൽ, നിസ്കരിച്ചാൽ അത് ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിൻ്റെ അടയാളാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ പടച്ചോൻ നിസ്കാരത്തെക്കുറിച്ച് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നടത്തിയത് വൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കും നരകമുണ്ട് എന്നാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനർത്ഥം നിസ്കരിക്കേണ്ടെന്നല്ല, നരകത്ത് പോണവരും നിസ്കരിക്കും, സ്വർഗത്ത് പോണവരും നിസ്കരിക്കും. പക്ഷെ അള്ളാഹിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കാൻ സ്വർഗത്ത് പോണവർക്ക് മാത്രമേ കഴിയുള്ളൂ. ആ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് പോകുന്ന ആളുകളോട് പറയേണ്ടതില്ല. ആ സ്ഥലങ്ങളിലെത്തിയാൽ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഏറ്റവും വലിയ അമൽ ഏതാണ്? ഞാൻ പറയലുണ്ട്, ആ മണ്ണിനെ ബഹുമാനിക്കുക എന്നുള്ള, ആ സ്ഥലങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ആ മണ്ണിലെത്തിയാൽ നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലാവണം എവിടെയാണ് ഈ കടന്നത്. മക്ക എന്നുള്ളതിൻ്റെ ഒരു പൊരുളതാണ്. മക്ക എന്ന് പറഞ്ഞാൽ ഊറ്റി കുടിക്കുന്നതിനാണ് അറബിയിൽ പറയാം. മക്ക എന്ന് പറഞ്ഞാൽ ഊറ്റി കുടിക്കുക എന്നാണ്. എന്താണ് ഊറ്റിക്കുടിക്കുക എന്ന് പറഞ്ഞാൽ, ആട്ടിൻകുട്ടി ആടിന്റെ അകടിയിൽ നിന്ന് പാല് ഊറ്റും പോലെ ഊറ്റുന്നതിനാണ് മക്ക എന്ന് പറയാം. അവിടെ എത്തേണ്ട രൂപത്തിൽ ഒരാൾ എത്തിയാൽ അവന്റെ ദോഷങ്ങൾ മുഴുവനും ആ സ്ഥലം ഊറ്റിങ്ങട്ടെടുക്കും. അവന്റെ വെടുപ്പാക്കിയിട്ട് പുറത്തു വിടുള്ളൂ. അതാണത്. അങ്ങനത്തെ സ്ഥലത്തേക്കാണ് അവർ പോകുന്നത്. അപ്പൊ അവരുടെ ദ്വായിലൊക്കെ നമ്മളെല്ലാവരും അവർ ഓർക്കണം എന്ന് ഉണർത്തുകയാണ്. കഅബ ഷരീഫിന് ആദ്യമായി കില്ല കൊണ്ട് ആവരണം ചെയ്തത് ഇബ്രാഹിം നബി അല്ല. അന്ന് കില്ല കൊണ്ട് കഅബയെ ബഹുമാനിച്ചിട്ടില്ല. മക്ക മദീനയെ ബന്ധപ്പെടുത്തുന്ന ഒരു ചെറിയ ചരിത്രം തബറുക്കിന് പറഞ്ഞുകൊണ്ട് ദ്വാരണ പിരിയാണ്. ഹിമ്മിർ ബിൻ വർദ് എന്നൊരു രാജാവുണ്ടായിരുന്നു. സ്വേച്ഛാധിപതിയായിരുന്നു. അയാള് ലോക സഞ്ചാരിയായിരുന്നു. ഇത് ഹബീബ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ വരുന്നതിന്റെ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. അയാൾ പല സ്ഥലങ്ങളിലും പര്യടനം നടത്തുന്ന സമയത്ത് മക്കയിലെത്തി. മക്കയിൽ വന്നപ്പോ ആളുകളൊന്നും ഇയാളെ മെയിൻറ്റെയിൻ ചെയ്യില്ല. മക്കയിലെത്തിയ എന്ത് രാജാവ്, എല്ലാവരും ശ്രദ്ധ കഅബല്ലേ, ഇയാൾ ആരും നോക്കണില്ല. ആളുകളൊക്കെ കഅബയിലേക്ക് ശ്രദ്ധിക്കുന്നത്, കഅബ തവാഫ് ചെയ്യണം, അവിടുന്ന് ദ്വാരക്കണം. അപ്പൊ ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. ഇയാൾക്ക് മനസ്സിലായി ഈ കഅബ ഇവിടെ ഉള്ളിടത്തോളം ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല, ഇന്നാരും മെയിൻറ്റെയിൻ ചെയ്യൂല. അപ്പൊ അയാൾ അന്ന് രാത്രിയിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തീരുമാനം എടുത്തു, കഅബയെ പൊളിക്കണമെന്ന്. ഇത് അറിയപ്പെട്ട വലിയ വലിയ കിതാബിലുള്ള ചരിത്രാട്ടോ. ഞാൻ ഏതെങ്കിലും ഏടിന്റെ സൈഡിൽ നിന്ന് എടുത്ത് ഉദ്ധരിക്കുന്നല്ല. ഇത് ലോകത്തറിയപ്പെട്ട ഇമാമിങ്ങൾ ഉദ്ധരിച്ച ചരിത്രകാരന്മാരിൽ വലിയ ആളാണ് ഇബ്നു കസീർ. അവരെ പോലെയുള്ളവരൊക്കെ ഉദ്ധരിച്ചതാണ്.
പക്ഷെ പുറത്ത് പലപ്പോഴും ആളുകൾ പറഞ്ഞു കേൾക്കാറില്ല എന്ന് മാത്രം. അപ്പോ ഇയാളെ മനസ്സിന്റെ ഉള്ളിൽ തീരുമാനം, ഈ കാബ ഇവിടുന്ന് പൊളിക്കണോ. തീരുമാനം കഴിഞ്ഞ് വൈകാതെ തന്നെ ആൾക്ക് കലുഷമായ തലവേദന, ഭയങ്കര തലവേദന മൂർച്ഛിച്ചു. മൂക്കുന്നും ചവിട്ടുന്നൊക്കെ ചീഞ്ചലം വരാൻ, ചീഞ്ഞു നാർന്ന വാസന. അന്നത്തെ അറിയപ്പെട്ട പല വിശ്വഘ്വരന്മാരും അയാളെ ചികിത്സിച്ചു, ഭേദമില്ല. ഈ സോക്കടി എന്താന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അവസാനം കുറെ വേദാന്തങ്ങൾ അറിയുന്ന വിശ്വഘ്വരന്മാർ പറഞ്ഞു, ഇത് ഭൂമിയിൽ നിന്ന് വന്ന സോക്കടല്ല, മേലിന് വന്നാണ്, അതുകൊണ്ട് മരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്ന ഒരു വൈദ്യരെ വളരെ ദൂരെ നിന്ന് കൊടുന്നു. അയാൾ പറഞ്ഞു, എനിക്ക് മഹാരാജാവിനായിട്ട് 2 മിനിറ്റ് സംസാരിക്കാനുള്ള ഒരവസരം തരണം. ആ പറഞ്ഞു. രാജാവിന്റെ അടുത്ത് ഇയാളെ കൊണ്ടുപോയിരുത്തി. ഇയാള് രാജാവിനോട് വെച്ചു, മഹാരാജാവേ, ഒന്നും കരുതരുത്, ഉള്ള സത്യം തുറന്നു പറയണം. എന്തേന്ന് വെച്ചു, നിങ്ങളിവിടെ വന്നിട്ട് ഈ മണ്ണിനോട് ബഹുമാനമില്ലാത്ത, ഈ മന്ദിരത്തോട് ബഹുമാനമില്ലാത്ത വല്ലതും ചിന്തിച്ചിരുന്നോ? സത്യം പറയണോന്ന്. അയാള് സത്യം പറഞ്ഞു. ആളുകളൊക്കെ കാബയാണ് ബഹുമാനിക്കുന്നത്, എന്നെ തിരിഞ്ഞു നോക്കണില്ല. അപ്പൊ എനിക്ക് ദേഷ്യം പിടിച്ചപ്പോ കാബയെ പൊളിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരുന്നു എന്ന് പറഞ്ഞു. എന്നാ അതന്നെയാണ് സോക്കണ, ഇത് വേറെ ഒന്നുമല്ല, അതന്നെയാണ് ഈ സോക്കണ. ഇത് മാറൂല. നിങ്ങൾ എന്ത് മരുന്ന് കുടിച്ചിട്ടും കാര്യമില്ല, മാറൂല. പക്ഷെ മാറും. നിങ്ങൾ ആ തീരുമാനം പിൻവലിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ കാബയെ ഒന്ന് ബഹുമാനിച്ചാൽ ഈ സോക്കട് മാറും. അങ്ങനെ അയാളാണ് ആദ്യമായി കാബയെ ബഹുമാനിച്ചുകൊണ്ട് കാബയെ മനോഹരമായ കില്ല കൊണ്ട് പൊതിഞ്ഞത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അങ്ങനെയാണ് കാബയെ കില്ല കൊണ്ട് പൊതിയുന്ന സംഭവം തുടങ്ങിയത്, ബഹുമാനിച്ചു തുടങ്ങിയതാണ്. അയ്യാക്ക് സോക്കട് വന്നാണ് കാരണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ മദീനയിലേക്ക് ബന്ധപ്പെടുത്തുന്ന ഈ ചരിത്രം, ഇയാള് പിന്നെ നേരെ പോയത് യസ്രിബിലേക്കാണ്. എന്ന് പറഞ്ഞാൽ അന്ന് യസ്രിബാണ്, പിന്നെ അല്ല മദീനയായി. അപ്പൊ ഇയാളെ കൂടെ 400 പണ്ഡിതന്മാരുണ്ട്. കാരണം ഒരു വലിയ രാജാവ് യാത്ര ചെയ്യുമ്പോൾ അവരെ കൂടെ ആത്മീയ മാർഗദർശികൾ ഉണ്ടാവും, അവരുടെ കുറെ ആളുകൾ ഉണ്ടാവും. ഇന്നും അങ്ങനെ തന്നെയാണ്. മതകാര്യ ഉപദേഷ്ടാക്കൾ എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ആ രാജാവിന്റെ കൂടെ 400ഓളം മതകാര്യ ഉപദേഷ്ടാക്കൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ യാത്ര ചെയ്തു. യസ്രിബിലെത്തിയപ്പോ രാജാവിന് ഏതാ സ്ഥലം എന്നൊന്നും അറിയില്ല. പക്ഷേ അറിയുന്ന ആളുകൾക്കെല്ലാം അറിയാം, ഇത് അന്ത്യദൂതരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ വന്നെത്തുന്ന സ്ഥലമാണെന്ന്. ഹിജറ പോയതിന് ശേഷമല്ല, അതിന്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ അറിയാം. കാരണം ആ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പൊ അവിടെ എത്തിയപ്പോ ഈ 400 വേദപണ്ഡിതന്മാർ രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾ ഇനി ഇവിടുന്ന് വരുന്നില്ല. നിങ്ങളെ കൂടെ എന്താണ് ആ സ്നേഹം? തങ്ങള് വരണേന് മുമ്പ് സ്നേഹം നോക്കി നിങ്ങൾ. ഇനി മുത്തുനബി ആമിനാബിയുടെ ഉദരത്തിൽ നിന്ന് വരാൻ 1000 കൊല്ലം ഇനിയുണ്ട്. അതിനു മുമ്പ് ഈ 400 ആത്മജ്ഞാനികൾ പറയാണ്, മഹാരാജാവേ, ഞങ്ങൾക്ക് ഇനി ദുന്യാവ് വേണ്ട, നിങ്ങളെ കൂടെ തിരിച്ചു വരുന്നില്ല. എന്തേന്ന് വെച്ച്, ഈ സ്ഥലം മുഹമ്മദ് നബിന്റെ സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് അവരെ എപ്പോഴാ വരിക നമുക്ക് പറയാൻ പറ്റില്ല. അവരിവിടെ വരും, ഹിജറ വരും. അപ്പൊ ഞങ്ങൾക്കൊന്ന് പാട്ട് പാടിയിട്ട് സ്വീകരിച്ചിട്ട് അവരെ ബാക്കിൽ കൂടാനാണ്. നിങ്ങളെ ബാക്കിൽ നമ്മളില്ല, നിങ്ങളൊന്നും തോന്നരുത് എന്ന് പറഞ്ഞു. ഇത് ഈ രാജാവിന്റെ തലക്കടിച്ച്. രാജാവ് പറഞ്ഞു, അങ്ങനെ ഒരാളുണ്ടോ? ആ ഉണ്ട്, വരുന്നുണ്ട്. അന്നവിടെ നിന്നോളി, നേരത്തെ പേടി കുടുങ്ങിയിട്ടുണ്ടല്ലോ, എന്നവിടെ നിന്നോളി എന്ന് പറഞ്ഞിട്ട് ഈ രാജാവ് ഈ 400 പണ്ഡിതന്മാർക്ക് താമസിക്കാനുള്ള 400 വീടാണ്ട് ഉണ്ടാക്കി കൊടുത്തു. ഏച്ചിലായി 400 വീടുണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അതിൽ ഒരാൾക്ക് വലിയ വീടുണ്ടാക്കി കൊടുത്തു രാജാവ്. അതിൽ ആ കൂട്ടത്തിൽപ്പെട്ട നല്ലൊരാളെ താമസിപ്പിച്ചിട്ട് അയാളോട് പറഞ്ഞു, വരുന്ന സമയത്ത് നിങ്ങൾ 400 ആളും കൂടി സ്വീകരിക്കണം. വന്നാല് നിങ്ങളെ പോരണ്ടല്ലോ, ഞാൻ വലിയ പേരാ, ഇതിൽ താമസിപ്പിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ രാജാവ് ഒരു കത്ത് എഴുതി റസൂലുള്ളാഹിക്ക്. എന്ന് 1000 കൊല്ലം മുമ്പ്. ആ കത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. 1000 കൊല്ലം മുമ്പ് ഒരു കത്ത് എഴുതി. മദീന യൂണിവേഴ്സിറ്റി, മദീനന്റെ പള്ളിന്റെ നേരെ മേലെ കയറിയാൽ ഈ സംഭവങ്ങളൊക്കെ അവിടെ റെഡിയാണ്. അവര് പരിരക്ഷിക്കുന്നുണ്ട്. ഇപ്പോ ഞാൻ പലവട്ടം കയറിയിട്ടുണ്ട്. മുകളിൽ പോയാൽ പല കത്തുകളുണ്ടാവും. അപ്പോ ഈ രാജാവ് ഒരു കത്ത് എഴുതി. എന്താണെന്നറിയോ? അള്ളാന്റെ റസൂലിന് 1000 കൊല്ലം കത്ത് എഴുതി. ഞാൻ വലൗ മുദ്ദ ഉംരി ഇലാ ഉംരിക യാ മുഹമ്മദ് ലകുന്തു വസീറല്ല. നിങ്ങള് ജീവിക്കണ സമയത്തിന്റെ ആയുസ് നീണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രൈവറ്റ് സെക്രട്ടറി ആവട്ടോ എന്ന് പറഞ്ഞിട്ട് കത്തെഴുതി. ഇവിടെ വന്നാൽ ഇവിടെയാണ് താമസിക്കേണ്ട. കത്തെഴുതിട്ട് ഇവരെ ഏൽപ്പിച്ചിട്ട് പോയി. ആ 400 ആളുകൾ ജീവിച്ചവരിങ്ങനെ കാത്തിരിക്കുകയാണ് റസൂലുള്ളാഹി. അവരെ കാലത്ത് വന്നില്ല.
അവരുടെ പേരമക്കളോട് ഇത് അവർ കൈമാറി വസിയത്ത് അവരെ കാലത്ത് വന്നില്ല. പിന്നെ അള്ളാന്റെ റസൂൽ മദീനയിൽ വരുന്നത് 1000 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. ആ സമയത്ത് ത്വലൽ ബദർ പാടിയിട്ട് സ്വീകരിച്ചത് ഈ 400 പണ്ഡിതന്മാരുടെ പേരമക്കളാണ്. അവരാണ് അൻസ്വാരികള്. അതുകൊണ്ടാണ് മദീനയിൽ മുത്തുനബി അങ്ങോട്ട് എത്തിയപ്പോ ഓരോ ആളുകളും മുമ്പൊക്കെ നിട്ട് പറഞ്ഞു, തങ്ങളെ ഇവിടെ താമസിക്കണം, ഇവിടെ താമസിക്കണം, ഇവിടെ താമസിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മുത്തുനബി പറഞ്ഞൊരു വാക്കുണ്ട്, ഒട്ടകത്തിന്റെ കയറ് വിട്ടോളി മക്കളെ, ദഅുഹ, ആ കാറുകൾ പിടിക്കണ്ട, ഫഇന്നഹാ മഹ്മൂറ, ഞാൻ എവിടെ താമസിക്കണം എന്നത് എന്റെ ഒട്ടകത്തിന് വിവരം കിട്ടിയിട്ടുണ്ട്. ഈ ഒട്ടകം പോയി മുട്ടുകുത്തിയതേ പലരും ചരിത്രത്തിൽ പറയാറുള്ളൂ. പക്ഷേ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ രാജാവ് മുത്തുനബിക്ക് താമസിക്കാൻ പണിതു കൊടുത്ത കൊട്ടാരം പോലെയുള്ള വീട്ടിലാണ് മുത്തുനബി എത്തിയപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നത് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ആണ്. ഇതിങ്ങോട്ട് കൂട്ടി വാച്ചാ റസൂലുള്ളാഹിക്ക് അവകാശപ്പെട്ട് വീട്ടിൽ തന്നെയാണ് താമസിച്ചത്. കാരണം ഇപ്പൊ വീട് തങ്ങൾക്ക് വേണ്ടി 1000 കൊല്ലം ഉണ്ടായി കൊടുത്ത വീടാണ്. അല്ലാ, അവിടെയാണ് ഒട്ടകം മുട്ടുകുത്തിയത്. എല്ലാ പുരക്കാരും തിണ്ണിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു, പാത്രങ്ങളൊക്കെ കഴുകി വൃത്തി വെച്ചിരുന്നു, മുറ്റൊക്കെ അടിച്ചൊരിക്കുന്നു. എന്തെല്ലാരും മനസ്സിലാർത്തി, ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെ വരും. മാസങ്ങളായിട്ട് അൻസാരികളിൽ പലരും തോട്ടത്തിലേക്ക് പോകുന്നില്ല. തോട്ടങ്ങളൊക്കെ ഉണങ്ങിപ്പോയി, ചെടികളൊക്കെ ഉണങ്ങിപ്പോയി. മദീനയുടെ കുന്നിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ദൂരേക്ക് നോക്കുകയാണ്. വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. പാതിരാവിനെ പകലാക്കി ഉറക്കൊടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വരുന്നോ എന്ന് നോക്കിയ മദീനക്കാരില്ലേ, അവരാണ് അൻസ്വാരികള്. എത്ര ദിവസങ്ങളാണ് അവർ ജോലിക്ക് പോയത്, എത്ര ദിവസങ്ങളായി അവരങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ടില്ല, എത്ര ദിവസങ്ങളായി തപ്പനത്തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല, എത്ര ദിവസങ്ങളായി ഈത്തപ്പഴങ്ങൾ കഴിച്ചിട്ടില്ല. എല്ലാവരുടെയും മിടിപ്പ് ഒരേ കേന്ദ്രത്തിലേക്ക് വരുന്നുണ്ടോ മുഹമ്മദ്, വരുന്നുണ്ടോ മുഹമ്മദ്. അപ്പോഴാണ് ഒരു ജൂത പണ്ഡിതൻ ഇങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ദൂരെ നിന്ന് 2 നിഴലുകൾ വരുന്നത് കണ്ടപ്പോൾ ഈ ജൂത പണ്ഡിതൻ പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കുന്ന ആള് അതാ വരുന്നത്. ഒട്ടകത്തിന്റെ മുകളിലായി മക്കയിലെ കട്ടപ്പെടുന്ന മർദ്ദന, ദണ്ഡന, താടന, പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് മക്കയോട് കണ്ണീരോടെ വിട പറഞ്ഞുകൊണ്ട് സഹയാത്രികനായ അബൂബക്കറിനെ കൂട്ടിയിട്ട് കടന്നു വരുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ദൂരെ നിന്ന് കണ്ടപ്പോഴേക്ക് അൻസാരികൾ കരഞ്ഞു പോവുകയാണ്. ദഫെടുത്തുകൊണ്ട് പാടാൻ തുടങ്ങി. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദാഇ. ആട്ടും തുപ്പും സഹിച്ച് കല്ലേറ് കൊണ്ട് മുറി കൊണ്ട് മുത്തുനബിയെ പാട്ടുപാടി സ്വാഗതം ചെയ്യാൻ അള്ളാഹു ഭൂമിയിൽ തീരുമാനിച്ചവർ മദീനക്കാരാണ്. ലൗലൽ ഹിജ്റത്തു ലകുന്തു റജുലൻ മിനൽ അൻസാർ. ഹിജ്റ എന്നൊരു സംരംഭം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ മദീനക്കാരനായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ മദീനയിലേക്കും കൂടിയാണ് യാത്ര. അള്ളാഹു നമ്മളൊക്കെ പലവട്ടം മദീനയിൽ എത്തിക്കട്ടെ. മക്ക മദീനയോട് ബന്ധമുണ്ടെങ്കിൽ നരകത്ത് പോവില്ല. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പോവേണ്ട രൂപത്തിൽ പോവാനും ചെയ്യേണ്ട രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാനുമുള്ള മഹാഭാഗ്യം പടച്ചോനെ നീ പ്രദാനം ചെയ്യണം റബ്ബേ. ഞങ്ങളെ എല്ലാ തടസ്സങ്ങളിൽ നിന്നും മുക്തരാക്കി നല്ല റാഹത്തോടെ പോവാൻ അവസരം വാതിൽ തുറന്നേരണേ അല്ലാ. അള്ളാഹുവേ ഈ ശ്വാസനെ കബൂലാക്കണേ അല്ലാ. ഒരു ഉമ്മക്ക് കണ്ണിന് കാഴ്ചയില്ലാതെ കണ്ണിൽ തിമിരം ബാധിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഒരു ചെറിയ പൈതൽ പ്രസവിക്കപ്പെട്ട ശിശുവാണ്, ചെറിയ ശ്വാസത്തുടിപ്പ് മാത്രമേ ഉള്ളൂ, വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞു. അല്ലാഹുവേ ആ കുട്ടിക്ക് ശ്വാസം നീ കൊടുക്കണേ അല്ലാ. നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, സലാമത്ത് കൊടുക്കണേ അല്ലാ, സലാമത്ത് കൊടുക്കണേ അല്ലാ. ഇവരെ യാത്ര ഹൈറും ബർക്കത്തും ആക്കി കൊടുക്കണേ അല്ലാ.
ഇവിടെ സ്ട്രോക്ക് കൊണ്ട് ചെറിയ രൂപത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, നീ ശരിയാക്കി കൊടുക്കണേ അല്ലാ. മറ്റ് പല പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്. ദുനിയാവ് പരീക്ഷണമാണ്, അത് ഞങ്ങൾക്കറിയാം. പക്ഷെ സഹിക്കാൻ കഴിയാത്ത പരീക്ഷണം കൊണ്ട് തളർത്തല്ലേ അല്ലാ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹു ദീനിന് വേണ്ടി, ദീനിന്റെ ദായിയാണ് എന്ന നിലക്ക് നമ്മൾ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ആളുകളെ കൊണ്ട് അവർക്ക് തിരിച്ച് നീ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം കൊടുക്കണേ അല്ലാ. അവർക്ക് നീ പിന്തുണ കൊടുക്കണേ അല്ലാ. അവർക്ക് നീ താങ്ങും, ഞങ്ങൾക്കും താങ്ങും തണലുമാകണേ അല്ലാ. കച്ചവടക്കാരുടെ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. ഉസ്താദുമാരും മുത്തഅല്ലിമീങ്ങൾ ഞങ്ങൾക്ക് നാഫിയ ഇൽമ നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വർഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് وتجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه ربنا واغفر لنا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ദാരിമൻ ഷഫീഖാണ് പോകുന്നത്. അവരൊക്കെ നമ്മളെല്ലാ കാര്യത്തിലും ദ്വാരക്കണം, എല്ലാവരുടെ കാര്യത്തിലും ദ്വാരക്കാനുള്ള ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവരൊക്കെ ചായം ചെയ്യുന്നുണ്ട്.